എല്ലാവർക്കും നമസ്കാരം. കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം സെമസ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിലെ ഒന്നാം യൂണിറ്റിലെ റെസിസ്റ്ററുമായി ബന്ധപ്പെട്ട ഏതാനും ചില ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോ സീരീസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് റെസിസ്റ്റർ സ്പെസിഫിക്കേഷൻസ് പാർട്ട് 2 ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. റെസിസ്റ്റർ സ്പെസിഫിക്കേഷൻ പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ ദയവായി ഇവിടെ പോസ് ചെയ്ത ശേഷം അത് കാണാൻ ശ്രമിക്കുമല്ലോ. എൻ്റെ പേര് സാജൻ പി ഫിലിപ്പ്. പ്രധാനപ്പെട്ട റെസിസ്റ്റർ സ്പെസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാല്യൂ, ടോളറൻസ്, പവർ റേറ്റിംഗ്, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ TCR. ഇത് നാലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട റെസിസ്റ്റർ സ്പെസിഫിക്കേഷൻസ്. ഇത് നമ്മൾ വീഡിയോ പാർട്ട് 1 കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് വോൾട്ടേജ് കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ VCR, മാക്സിമം ടെമ്പറേച്ചർ, മാക്സിമം വോൾട്ടേജ്, നോയ്സ്, പൾസ് സ്റ്റേബിലിറ്റി, പാരാസിറ്റിക് കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ്, സ്റ്റേബിലിറ്റി ഓവർ ടൈം എന്നിവയാണ്. ഇതുകൂടാതെ സൈസ്, മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്നീ രണ്ട് സ്പെസിഫിക്കേഷൻസുകൾ കൂടിയുണ്ട്. ഇത് നമ്മൾ റെസിസ്റ്റർ ടൈപ്സ് അതായത് വീഡിയോ നമ്പർ 8 വിശദമായി കാണുന്നതായിരിക്കും. ആദ്യമായിട്ട് വോൾട്ടേജ് കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ VCR എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് വിത്ത് അപ്ലൈഡ് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ. അതായത് ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് കരുതുക. അവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അവിടെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്ററിന്റെ വാല്യൂവിന് എന്ത് സംഭവിക്കുന്നു, റെസിസ്റ്ററിന്റെ വാല്യൂവിന് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് വോൾട്ടേജ് കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റർ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ppm പെർ വോൾട്ട് ആണ്. TCR ഓർമ്മിക്കാൻ ശ്രമിക്കുക. TCRന്റെ യൂണിറ്റ് അതായത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ppm പെർ കെൽവിൻ ആയിരുന്നു. ഇവിടെ പാർട്സ് പെർ മില്യൺ പെർ വോൾട്ട്, അതായത് ഒരു വോൾട്ടിനനുസരിച്ച് എന്തുമാത്രം ഒരു വോൾട്ട് വ്യത്യാസം അപ്ലൈഡ് വോൾട്ടേജിൽ ഉണ്ടാകുമ്പോൾ എന്തുമാത്രം വ്യത്യാസം റെസിസ്റ്ററിന്റെ വാല്യൂസിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇത് സാധാരണയായി നെഗറ്റീവായാണ് കാണപ്പെടാറുള്ളത്. എന്നാൽ TCR പോസിറ്റീവും നെഗറ്റീവും സീറോയും ആയിട്ടുള്ള കണ്ടീഷൻ നമ്മൾ കണ്ടു. എന്നാൽ VCR എപ്പോഴും നെഗറ്റീവായാണ് കാണപ്പെടാറുള്ളത്. അതായത് അപ്ലൈഡ് വോൾട്ടേജ് ഇൻക്രീസ് ആകുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ അപ്ലൈഡ് വോൾട്ടേജ് കാരണം റെസിസ്റ്ററിന് ഉള്ളിലുള്ള മോളിക്യൂൾ ഒരു പ്രത്യേക തരത്തിൽ അലൈൻ ആകുകയും അതുമൂലം റെസിസ്റ്റൻസിന്റെ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ റീസൺ. ഇതിന്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് ബിയോണ്ട് ദ സിലബസ് ആയതിനാൽ തന്നെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. VCR ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് വാല്യൂ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫിസിക്കൽ സൈസ്. അതായത് ഒരു റെസിസ്റ്ററിന്റെ മറ്റു പാരാമീറ്ററുകളുമായി എങ്ങനെ VCR ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റെസിസ്റ്റൻസ് വാല്യൂവിന് അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നേർ അനുപാതത്തിലും അതിന്റെ ഫിസിക്കൽ സൈസിന് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ വിപരീത അനുപാതത്തിലുമായിരിക്കും. അതായത് റെസിസ്റ്റൻസ് വാല്യൂ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് അപ്ലൈഡ് വോൾട്ടേജ് കാരണമുള്ള റെസിസ്റ്റൻസ് വേരിയേഷൻ കൂടുതലാകുകയും ഫിസിക്കൽ സൈസ് കൂടുന്നതിനനുസരിച്ച് അപ്ലൈഡ് വോൾട്ടേജ് കാരണമുള്ള റെസിസ്റ്റൻസ് വേരിയേഷൻ കുറയുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. A resistor with VCR of 100 ppm per volt will change 0.1% over 10 volt change and 1% over 100 volt change. ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, അതായത് ഒരു റെസിസ്റ്ററിന്റെ VCR 100 ppm per volt ആണെന്ന് പറഞ്ഞാൽ എന്താണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 0.01% വ്യത്യാസമാണ് 1 വോൾട്ട് റൈസ് അപ്ലൈഡ് വോൾട്ടേജിൽ ഉണ്ടാവുകയാണെങ്കിൽ സംഭവിക്കുക. അതേപോലെ 10 വോൾട്ട് റൈസ് ഉണ്ടാവുകയാണെങ്കിൽ റെസിസ്റ്ററിന്റെ വാല്യൂവിൽ ഏതാണ്ട് 0.1% വേരിയേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ 100 വോൾട്ട് അപ്ലൈഡ് വോൾട്ടേജിൽ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ ഏതാണ്ട് 1% വ്യത്യാസം റെസിസ്റ്ററിന്റെ വാല്യൂവിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് VCRന്റെ പ്രസക്തി? ഹൈ ആക്യുറസി ആപ്ലിക്കേഷനിൽ നാം എപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കണം, അതിൽ എന്ത് തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ അപ്ലൈഡ് വോൾട്ടേജ് കാരണം, അതായത് ഒരു സർക്യൂട്ടിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എപ്പോഴും വോൾട്ടേജ് ആയിരിക്കും. ഈ അപ്ലൈഡ് വോൾട്ടേജ് കാരണം തന്നെ നമ്മുടെ റെസിസ്റ്ററിന്റെ വാല്യൂ മാറുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും സർക്യൂട്ടിന്റെ ആക്യുറസിയെ അഫക്ട് ചെയ്യുകയും നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള റിസൾട്ട് ലഭിക്കാതിരിക്കുകയും ചെയ്യും. ഇത് മെഡിക്കൽ, ഡിഫൻസ് മുതലായ ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ
ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതാണ് VCRന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു എക്സാക്ട് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. The voltage coefficient of resistance may be expressed as the ratio of the resistance change in ohms to the corresponding increase in applied voltage in volt when the temperature is held constant. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം റെസിസ്റ്റൻസ് ചേഞ്ച് ഈ ഇൻ ഓംസ് എന്നുള്ളതിനെ നമുക്ക് ബ്രാക്കറ്റിൽ കൊടുക്കാം. അത് എന്ത് യൂണിറ്റിലാണെന്ന് കാണിച്ചിരിക്കുകയാണ്. അതുപോലെ ഇൻ വോൾട്ട് അതും നമുക്ക് ബ്രാക്കറ്റിൽ കൊടുക്കാം. അതുപോലെ ടെമ്പറേച്ചർ ഈസ് ഹെൽഡ് കോൺസ്റ്റന്റ്, ഇതും ചില കണ്ടീഷനുകളാണ്. ഇവിടുത്തെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ടു ഇൻക്രീസ് ഇൻ ദ അപ്ലൈഡ് വോൾട്ടേജ് വെൻ ദ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് മാക്സിമം വർക്കിംഗ് വോൾട്ടേജ് എന്നുള്ളതാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇറ്റ് ഈസ് ദ മാക്സിമം പെർമിറ്റഡ് വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് അക്രോസ് എ റെസിസ്റ്റർ അറ്റ് റൂം ടെമ്പറേച്ചർ. അതായത് നമ്മൾ ഒരു റെസിസ്റ്റർ ഉണ്ടെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്ന മാക്സിമം വോൾട്ടേജ് ഇതിനെയാണ് നമ്മൾ മാക്സിമം വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. If the limit of maximum voltage is exceeded, there is a chance of sudden breakdown of the voltage and flashover. അതായത് ഈ റെസിസ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മെറ്റീരിയൽ, കാർബൺ മെറ്റീരിയൽ ടൈപ്സിൽ നമ്മളിത് പഠിക്കും. കാർബൺ മെറ്റീരിയൽ, അങ്ങനത്തെ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വസ്തുവാണ്. ഇതിന് താങ്ങാൻ കഴിയുന്ന ഒരു വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജ്, അതിൽ കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമ്മൾ നൽകുകയാണെങ്കിൽ അത് നശിച്ചു പോകാൻ അല്ലെങ്കിൽ അത് ഡാമേജ് ആകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ രണ്ട് ലീഡ്സുകൾക്കിടയിൽ ഒരു ആർക്ക്, ഒരു തീപ്പൊരി പോലെ ഉണ്ടാകുവാനും അത് കാരണം ഈ റെസിസ്റ്റർ ഡാമേജ് ആകുവാനുള്ള സാധ്യതയുണ്ട്. ദിസ് മേ റിസൾട്ട് ഇൻ ഡിസ്റപ്റ്റീവ് ഡിസ്ചാർജ് പെർമനന്റ്ലി ഡാമേജിംഗ് ദ ഹോൾ സർക്യൂട്ട്. ഇങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന കാരണം കൂടുതൽ കറണ്ട് സർക്യൂട്ടിൽ ഒഴുകുകയും തന്മൂലം ആ സർക്യൂട്ടിലുള്ള മൊത്തം കോമ്പണൻസും നശിച്ചു പോകുവാനായിട്ട് അല്ലെങ്കിൽ ഡാമേജ് ആകുവാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. മാക്സിമം വോൾട്ടേജ് സ്പെസിഫിക്കേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്സ് ഓഫ് ദ റെസിസ്റ്റർ. അത് ഓരോ ടൈപ്പിനനുസരിച്ച് മാറും. അതായത് എങ്ങനെയാണ് ഈ മാക്സിമം വോൾട്ടേജ് സ്പെസിഫിക്കേഷൻ ഉള്ളത് ഓരോ ടൈപ്പിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇത് ടൈപ്സ് ഓഫ് ദ റെസിസ്റ്റേഴ്സ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. VCR വോൾട്ടേജ് കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്ററും മാക്സിമം വർക്കിംഗ് വോൾട്ടേജ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. വോൾട്ടേജ് കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് റൈസിനനുസരിച്ച് റെസിസ്റ്റൻസിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത്. എന്നാൽ മാക്സിമം വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന മാക്സിമം വോൾട്ടേജിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മാക്സിമം വർക്കിംഗ് ടെമ്പറേച്ചർ ആണ്. മാക്സിമം വർക്കിംഗ് വോൾട്ടേജ് കണ്ടതുകൊണ്ട് തന്നെ പേരിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഒരു റെസിസ്റ്ററിന് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ടെമ്പറേച്ചർ എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. All the resistors are manufactured to operate within a specified temperature range. അതായത് ഒരു മാനുഫാക്ചറർ ഒരു റെസിസ്റ്റർ നിർമ്മിക്കുമ്പോൾ തന്നെ ഇത് ഏത് ടെമ്പറേച്ചർ റേഞ്ചിൽ വർക്ക് ചെയ്യുമെന്ന് അത് സ്പെസിഫൈ ചെയ്തിരിക്കും. എല്ലാത്തരം റെസിസ്റ്ററുകളും ഇത്തരം ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ റേഞ്ചോടുകൂടി ആയിരിക്കും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഔട്ട്സൈഡ് ദിസ് റേഞ്ച് ദ അതർ സ്പെസിഫിക്കേഷൻസ് ഓർ ദ വാല്യൂ ഇറ്റ് സെൽഫ് ഈസ് നോട്ട് ഗ്യാരണ്ടീഡ്. അങ്ങനെ ഡാറ്റാ ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് സ്പെസിഫിക്കേഷൻസ്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത മറ്റ് സ്പെസിഫിക്കേഷൻസും അല്ലെങ്കിൽ അതിന്റെ വാല്യൂ തന്നെ ഈ റേഞ്ചിന്റെ ഔട്ട്സൈഡിൽ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് വാല്യൂ കുറയുകയോ കൂടുകയോ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ നമ്മൾ കണ്ടു. ഉദാഹരണത്തിന് ഒരു മാനുഫാക്ചറർ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് -15 ഡിഗ്രി സെൽഷ്യസ് ടു 70 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതുക. ഇത്തരം സാഹചര്യത്തിൽ ഈ ടെമ്പറേച്ചറിന് വെളിയിൽ ഉദാഹരണത്തിന് 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ -30 ഡിഗ്രി സെൽഷ്യസ് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഈ റെസിസ്റ്റർ വർക്ക് ചെയ്യണം എന്നില്ല. ടെമ്പറേച്ചർ ക്യാൻ ബി ദ സം ഓഫ് ആംബിയന്റ് ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ഓപ്പറേഷൻ. നമ്മൾ ഇവിടെ ടെമ്പറേച്ചറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ടോട്ടൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് രണ്ട് ടെമ്പറേച്ചറിന്റെ സമ്മാണ്. ടോട്ടൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആംബിയന്റ് ടെമ്പറേച്ചർ. ആംബിയന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ചുറ്റുപാട് അല്ലെങ്കിൽ അതിന്റെ ക്യാബിൻ, ആ ഇലക്ട്രോണിക് ഉപകരണം ഇരിക്കുന്ന ക്യാബിൻ അല്ലെങ്കിൽ മുറി, അതിനാണ് നമ്മൾ ആംബിയന്റ് എന്ന് പറയുന്നത്. ആ ആംബിയന്റ് ടെമ്പറേച്ചർ ഒരു റെസിസ്റ്റർ കൂടി വോൾട്ടേജ് കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. അതായത് വോൾട്ടേജ് ഇവിടെ നഷ്ടപ്പെടുന്നു. ആ വോൾട്ടേജ് നഷ്ടപ്പെടുന്നത് ഹീറ്റ് ആയിട്ടാണ്, ഹീറ്റ്. അതേപോലെ നമ്മൾ ഒരു സർക്യൂട്ടിൽ ഒരു ബൾബ് കണക്ട് ചെയ്തതിന് ശേഷം
ബൾബ് കണക്ട് ചെയ്ത ശേഷം അതിൽ കൂടി കറണ്ട് കടത്തിവിട്ടാൽ നമുക്കറിയാം വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ എനർജി ഇവിടെ ലൈറ്റ് ആയിട്ടായിരിക്കും ഡിസിപ്പേറ്റ് ചെയ്യുക, എന്നാൽ ഒരു റെസിസ്റ്ററിന്റെ കാര്യത്തിൽ ഇവിടെ എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്നത് ഹീറ്റ് ആയിട്ടാണ്. സോ ടോട്ടൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആംബിയന്റ് ടെമ്പറേച്ചർ പ്ലസ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ഓപ്പറേഷൻ ആണ്. ആ കറണ്ട് കടന്നു പോകുന്നത് മൂലം റെസിസ്റ്ററിൽ ഉണ്ടാക്കപ്പെടുന്ന ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ, ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മാണ് ടോട്ടൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. When the temperature increases, the resistance value increases and the voltage developed across the resistor will also increase. നമുക്കറിയാം ഒരു റെസിസ്റ്ററിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ അതിൽ എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ റെസിസ്റ്ററിന്റെ ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ഇതുമൂലം റെസിസ്റ്ററിന് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിന്റെ റേഞ്ച്, ഇതിന് താങ്ങാനാവുന്ന ഈ ആംബിയൻ ടെമ്പറേച്ചറും ഇതിൽ നിന്നുണ്ടാകുന്ന ടെമ്പറേച്ചറും അതിന്റെ തുക എന്ന് പറയുന്നത് ഇതിന് താങ്ങാനാവുന്നതിലും കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിസ്റ്റർ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. സാധാരണ റെസിസ്റ്റേഴ്സ് ഒരു പ്രത്യേക പർട്ടിക്കുലർ റേഞ്ചിൽ വർക്ക് ചെയ്യാനായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും സാധാരണയായി നമുക്ക് പറയാൻ സാധിക്കുന്നത് 70 ഡിഗ്രി സെൽഷ്യസ് വരേക്കും ഒരു റെസിസ്റ്റർ യാതൊരു വ്യത്യാസവും അതിന്റെ വാല്യൂയിലോ മറ്റു പ്രോപ്പർട്ടീസിലോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ പ്രവർത്തിക്കും. എന്നാൽ 70 to 125 ഡിഗ്രി സെൽഷ്യസിൽ ആ റെസിസ്റ്റർ വർക്ക് ചെയ്യും, പക്ഷേ അതിന്റെ പെർഫോമൻസ് ഡീഗ്രേഡ് ആകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് അതിൽ നിന്ന് ലഭിക്കാനായിട്ട് സാധ്യതയില്ല. എന്നാൽ ഇതിന് പുറത്ത് 125 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തീർച്ചയായിട്ടും റെസിസ്റ്റർ ഡാമേജ് ആകാനുള്ള സാധ്യത നാം തള്ളിക്കളയാനാവില്ല. Resistors are specified using lower range to higher range temperature value. ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെയായിരിക്കും സാധാരണ -50 ഡിഗ്രി സെൽഷ്യസ് ടു 70 ഡിഗ്രി സെൽഷ്യസ് ഇങ്ങനെയായിരിക്കും മാനുഫാക്ചർ സ്പെസിഫൈ ചെയ്യുക. ഇതിനെ നമ്മൾ ലോവർ റേഞ്ച് എന്ന് പറയുന്നു, ഇതിനെ നമ്മൾ അപ്പർ റേഞ്ച് എന്ന് പറയുന്നു. ലോവർ റേഞ്ചിനും അപ്പർ റേഞ്ചിനും ഇടയിലായിരിക്കും റെസിസ്റ്ററിന്റെ ടെമ്പറേച്ചർ നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വളരെ തണുപ്പുള്ള അല്ലെങ്കിൽ -15 ഡിഗ്രിക്കും താഴെയുള്ള ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങൾ, ആർട്ടിക്കോ അന്റാർട്ടിക്കോ പോവുകയാണെങ്കിൽ ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. അതിന് കാരണം അതിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ആ ടെമ്പറേച്ചറിന് താഴെ വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. സിയാച്ചിനിലും മറ്റുമുള്ള നമ്മുടെ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രത്യേകമായി അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ റെസിസ്റ്ററുകളുടെ ടെമ്പറേച്ചർ റേഞ്ച് മേ ബി 50 ഡിഗ്രി സെൽഷ്യസ് -50 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 125 ഡിഗ്രി സെൽഷ്യസ് അത്തരം എക്സ്ട്രീം ആയിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി വർക്ക് ചെയ്യാൻ പാകത്തിന് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ ചൂടുള്ള സാഹചര്യങ്ങളും ഇത് തന്നെയാണ്. ആർമി ഡിഫൻസിൽ സാധാരണയായി എക്സ്ട്രീം സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യാൻ കഴിവുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇലക്ട്രോണിക് ഡിവൈസസുമാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എവിടെ ആണ് നമ്മൾ ഈ ഡിവൈസസ് അല്ലെങ്കിൽ ഈ ഉപകരണം ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യം ഉള്ള ഒരു സ്പെസിഫിക്കേഷനും ആണ്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നോയ്സ് ആണ്. നോയ്സ് ഈസ് ആൻ അൺവാണ്ടഡ് AC സിഗ്നൽ ഫ്രം ദ റെസിസ്റ്റർ. അതായത് ഒരു റെസിസ്റ്റർ ഒരു DC സർക്യൂട്ടിൽ വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾക്ക് ഒരു AC സിഗ്നൽ അതിന്റെ ഔട്ട്പുട്ടിൽ വരുന്നു. അത് നമുക്ക് ആവശ്യമില്ലാത്തൊരു സിഗ്നലാണ്. ഇത്തരം സിഗ്നലുകളാണ് നമ്മൾ ആ സർക്യൂട്ടിൽ നോയ്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് വിൽ ക്രിയേറ്റ് ഡിവാസ്റ്റേറ്റിംഗ് എഫക്ട്സ് ഇൻ നോയ്സ് സെൻസിറ്റീവ് ആപ്ലിക്കേഷൻസ്. ഒരു നോയ്സ് സെൻസിറ്റീവ് ആപ്ലിക്കേഷൻ എടുക്കുക, ഉദാഹരണത്തിന് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ സ്പേസ് ഷിപ്പിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ വരുന്നു എന്ന് വിചാരിക്കുക. ഇത്തരം സാഹചര്യത്തിൽ നോയ്സ് എന്ന് പറയുന്നത് നമുക്ക് തീർത്തും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. സോ ഇത്തരം സാഹചര്യങ്ങളിൽ റെസിസ്റ്ററിൽ ഉണ്ടാകുന്ന നോയ്സ് എന്ന് പറയുന്നത് വളരെ ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള എഫക്ട്സ് ആയിരിക്കും ഉണ്ടാക്കുക. ദിസ് ക്യാൻ ബി ഡ്യൂ ടു ദ റാൻഡം മൂവ്മെന്റ്സ് ഓഫ് പാർട്ടിക്കിൾ ഇൻ റെസിസ്റ്റൻസ്. നമുക്കറിയാം ഒരു റെസിസ്റ്റർ കൂടി ഇലക്ട്രോൺസ് ആൻഡ് മോളിക്യൂൾസ് റാൻഡമായി മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് റെസിസ്റ്റൻസിന്റെ പല പ്രോപ്പർട്ടീസും നമ്മൾ കണ്ടു കഴിഞ്ഞു. റാൻഡം മൂവ്മെന്റ്സ് ഇലക്ട്രോൺസിന്റെ വൈബ്രേഷൻസ് കൊണ്ട് ആവണം ഇത്തരം നോയ്സ് ഉണ്ടാകുക എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സോ രണ്ട് തരത്തിലുള്ള നോയ്സ് ഉണ്ട്. ഒന്ന് തെർമൽ നോയ്സ്, അടുത്തത് കറന്റ് നോയ്സ് ആണ്. തെർമൽ നോയ്സ് ടെമ്പറേച്ചർ ഇൻക്രീസ് കൊണ്ട് ഇലക്ട്രോൺസിന്റെ വൈബ്രേഷൻസ് കൂടുകയും അതുപോലെ ഉണ്ടാകുന്ന നോയ്സിനാണ് നമ്മൾ തെർമൽ നോയ്സ് എന്ന് പറയുന്നത്. കറന്റ് നോയ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് കൂടുതലായിട്ട് ഒഴുകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു നോയ്സ് ആണ്. ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഈ ചിത്രത്തിൽ നോയ്സ് എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിച്ചിരിക്കുന്നു. നോയ്സിനെ നമ്മൾക്ക് ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്നോ എങ്ങനെ ഇതിനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് പഠനങ്ങൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും നോയ്സ് നമുക്ക് അൺഅവോയ്ഡബിൾ ആയിട്ട് ഒഴിവാക്കാനാവാത്ത ഒരു കാര്യമാണ് എല്ലാ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലും. Resistor noise is often specified as
microvolt noise per volt of applied voltage for 1 megahertz bandwidth. അതായത് സാധാരണയായി റെസിസ്റ്റർ നോയ്സിനെ നമ്മൾ രേഖപ്പെടുത്താറുള്ളത് ഉദാഹരണത്തിന് 12 മൈക്രോ വോൾട്ട് നോയ്സ് പെർ വോൾട്ട് ഓഫ് അപ്ലൈഡ് വോൾട്ട് അറ്റ് 1 മെഗാഹെർട്സ് ബാൻഡ്വിഡ്ത്ത്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണയായി നോയ്സിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. നോയ്സ് പ്രോപ്പർട്ടീസ് മെയിൻലി ഡിപ്പെൻഡ് ഓൺ ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ്. എന്തിനൊക്കെയാണ് നോയ്സ് സാധാരണയായി ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. 1 റെസിസ്റ്റൻസ് വാല്യൂ, 2 ടെമ്പറേച്ചർ, 3 ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, ഏത് ഫ്രീക്വൻസിയിലാണ് ആ റെസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്, ടൈപ്പ്, ഏത് തരത്തിലുള്ള റെസിസ്റ്റർ ആണ്. ഈ 4 കാര്യങ്ങളെയാണ് നോയ്സ് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പൾസ് സ്റ്റേബിലിറ്റി ആണ്. പൾസ് എന്താണെന്ന് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കും. ഇതാണ് ഒരു പൾസ് ട്രെയിൻ. ഇതിനെ നമ്മൾ പൾസ് ട്രെയിൻ എന്നാണ് പറയുന്നത്. പൾസ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതിനെ സ്ക്വയർ വേവ്സ് എന്നും പറയാറുണ്ട്. അതായത് പെട്ടെന്ന് ഒരു ഹൈ വാല്യൂയിലേക്ക് പോവുകയും കുറച്ചു നേരം ആ ഹൈ വാല്യൂയിൽ തന്നെ നിലനിൽക്കുകയും വീണ്ടും 0 വാല്യൂയിലേക്ക് വരികയും ചെയ്യുന്ന ഒരുതരം വേവ് ഫോം ആണ് pulse waves എന്ന് പറയുന്നത്. The pulse stability describes the variations of the resistance value when the resistor is loaded with the short term pulses instead of constant load. സാധാരണയായി നമ്മൾ ഒരു DC വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും. ഇത്തരം കോൺസ്റ്റന്റ് വോൾട്ടേജ് നൽകുന്നതിന് പകരം ഒരു പൾസ് അല്ലെങ്കിൽ ഇങ്ങനെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വേവ് ഫോം പൾസ് നമ്മൾ റെസിസ്റ്റർ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസിന് എന്ത് വേരിയേഷൻ ആണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പൾസ് സ്റ്റേബിലിറ്റി എന്ന സ്പെസിഫിക്കേഷൻ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ദ പൾസ് വാല്യൂ ക്യാൻ ബി ഹയർ ദാൻ ദ നോർമൽ പവർ റേറ്റിംഗ്. സാധാരണയുള്ള പവർ റേറ്റിംഗിനെക്കാട്ടിലും കൂടുതലായിട്ട്, പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം പവർ അതിനെ റെസിസ്റ്ററിന് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന പവർ റേറ്റിംഗ്, അതിനെക്കാട്ടിൽ കൂടുതലായിട്ടുള്ള വാല്യൂ ഉള്ള പൾസും നമ്മൾ സാധാരണയായി നൽകാറുണ്ട്. പൾസ് സ്റ്റേബിലിറ്റി ഒരു റെസിസ്റ്റർ ഉണ്ടായിരിക്കണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയിരിക്കണം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ആവറേജ് ലോഡ് ഷുഡ് നോട്ട് ബി ലാർജർ ദാൻ ദ പവർ റേറ്റിംഗ് അറ്റ് ദ നോർമൽ റൂം ടെമ്പറേച്ചർ. ആവറേജ് ലോഡ് എന്ന് പറയുന്നത്, അതായത് ഒരു പൾസ് എടുക്കുക, ആ പൾസിന്റെ ആവറേജ് എന്ന് പറയുന്നത്, പൾസ് എടുക്കുക, പൾസിൽ ഹൈ വാല്യൂ ഉണ്ട്, 0 ഉണ്ട്, ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞ ഏകദേശം ഇത്തരം ഒരു വാല്യൂ ആയിരിക്കും. ഈ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ പവർ റേറ്റിംഗിലും കൂടുതലാകാനായിട്ട് പാടില്ല. രണ്ടാമത്തേത്, ദ പൾസ് വോൾട്ടേജ് അറ്റ് ദ റെസിസ്റ്റർ മസ്റ്റ് ബി ലോവർ ദാൻ ദ അലൗഡ് പീക്ക് വോൾട്ടേജ്. നമ്മൾ മാക്സിമം വർക്കിംഗ് വോൾട്ടേജ് കണ്ടു. ആ മാക്സിമം വർക്കിംഗ് വോൾട്ടേജിന്റെ മുകളിൽ ഈ പൾസ് വോൾട്ടേജ് പോകുവാനായിട്ട് പാടില്ല. ഇതാണ് പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത്. പീക്ക് വോൾട്ടേജ്, ഈ പൾസിന്റെ പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് മാക്സിമം വർക്കിംഗ് വോൾട്ടേജിന് മുകളിൽ പോകുവാനായിട്ട് ഇടയാകരുത്. ഈ 2 കണ്ടീഷൻസ് ആണ് പൾസ് നമ്മൾ ഒരു റെസിസ്റ്ററിന് ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പാലിച്ചിരിക്കേണ്ട 2 കണ്ടീഷൻസ്. ഇത് നമ്മൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റെസിസ്റ്ററിന് പൾസ് സ്റ്റേബിലിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് വാല്യൂ പൾസിനനുസരിച്ച് മാറാനുള്ള സാധ്യത. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് പാരാസൈറ്റിക് കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്ടൻസ് എന്നുള്ളതാണ്. പാരാസൈറ്റ് എന്താണെന്നും ഫംഗൈ, ആൽഗയെ കുറിച്ചൊക്കെ ബയോളജിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾ പാരാസൈറ്റ്സിനെ കുറിച്ച് പഠിച്ചിരിക്കും. സോ പാരാസൈറ്റിക് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സർക്യൂട്ട് ലെവൽ, നമ്മുടെ ഡിവൈസിൽ നമ്മൾ വന്നുകൂടുന്ന കാര്യങ്ങൾ നമ്മൾ പാരാസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ പാരാസൈറ്റിക് കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. റെസിസ്റ്റേഴ്സ് ആക്ട് ആസ് പ്യുവർ റെസിസ്റ്റേഴ്സ് അറ്റ് DC സർക്യൂട്ട്. DC സർക്യൂട്ട് നമുക്കറിയാം വേരി ചെയ്യാത്ത സർക്യൂട്ട്, അതായത് ആൾട്ടർനേറ്റിംഗിന് നമ്മൾ AC എന്ന് വിളിക്കുന്നു, എന്നാൽ വേരി ചെയ്യാത്തതിന് നമ്മൾ DC, ഡയറക്ട് കറന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത്തരം സർക്യൂട്ടുകളിൽ റെസിസ്റ്ററുകൾ എപ്പോഴും റെസിസ്റ്ററുകളായി മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് റെസിസ്റ്ററിന്റെ ഫംഗ്ഷൻ. എന്നാൽ അറ്റ് ഹൈ ഫ്രീക്വൻസീസ്, അതിനു പകരം നമ്മൾ ഈ റെസിസ്റ്ററുകൾ ഹൈ ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സം ഓഫ് ദ പ്രോപ്പർട്ടീസ്, അതായത് ചില കപ്പാസിറ്ററുകളുടെയും ഇൻഡക്ടറുകളുടെയും പ്രോപ്പർട്ടി ഈ റെസിസ്റ്റർ കാണിക്കാനായിട്ട് തുടങ്ങും. കപ്പാസിറ്ററുകളെയും കുറിച്ചും ഇൻഡക്ടറുകളെ കുറിച്ചും നമ്മൾ തുടർന്നുള്ള വീഡിയോകൾ തീർച്ചയായിട്ടും കാണുന്നതായിരിക്കും. എങ്കിലും നിങ്ങൾക്ക് കപ്പാസിറ്ററുകളെ കുറിച്ചും റെസിസ്റ്ററുകളെ കുറിച്ചും +2 പഠിച്ച ഒരു അറിവ് ഉണ്ടാകും എന്ന് ഞാൻ സങ്കല്പിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ്, കപ്പാസിറ്ററുകളുടെയും ഇൻഡക്ടറുകളുടെയും പ്രോപ്പർട്ടി ഹൈ ഫ്രീക്വൻസിയിൽ ഈ റെസിസ്റ്ററുകൾ കാണിക്കാനായിട്ട് തുടങ്ങും. ഇതിനെയാണ് നമ്മൾ പാരാസൈറ്റിക് കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത എക്സ്ട്രാ വെളിയിൽ നിന്ന് വന്നുകൂടിയിരിക്കുന്ന കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ് എന്ന് പറയുന്നത്. പാരാസൈറ്റിക് ഇൻഡക്ടൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ക്യാൻ അറൈസ് വെൻ ദ ഫ്രീക്വൻസി ഇൻക്രീസസ്. ഇത് എപ്പോഴും ഹൈ ഫ്രീക്വൻസി
നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്ന സാഹചര്യങ്ങളിലാണ് ഇത് സംഭവിക്കാറുള്ളത്. ഹൈ ഫ്രീക്വൻസിയിൽ റെസിസ്റ്ററുകളിൽ കപ്പാസിറ്ററുകളുടെയും ഇൻഡക്ടറുടെയും സ്വഭാവം അത് കാണിച്ചു തുടങ്ങുന്നു. ഇതിനെ നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയാറുണ്ട്. ഒരു റെസിസ്റ്ററിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ്, ഒരു ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസിയോടെ ആ റെസിസ്റ്റർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നു ഉള്ളത് എന്ന് കാണിക്കുന്ന ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് മറ്റൊരു പേരും ഈ സ്പെസിഫിക്കേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ഇങ്ങനെ പാരാസൈറ്റിക് കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും ഉള്ളത് കാരണം റെസിസ്റ്റൻസ് മാത്രമല്ല റിയാക്ടൻസ്, നമ്മൾ ഇത് പ്ലസ് ടുവിൽ പഠിച്ചിരിക്കും. റിയാക്ടൻസ് XC XL ഇതാണ് റിയാക്ടൻസ് ഓഫ് എ കപ്പാസിറ്റർ, ഇത് റിയാക്ടൻസ് ഓഫ് ആൻ ഇൻഡക്ടർ. ഇത് അതായത് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ when they are in AC സിഗ്നൽ. അതായത് ഒരു AC സിഗ്നൽ കടത്തിവിടുമ്പോൾ ഒരു കപ്പാസിറ്ററിലും ഇൻഡക്ടറിലും ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ റിയാക്ടൻസ് എന്ന് പറയുന്നത്. സോ റെസിസ്റ്ററിന് ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിന്റെ കൂടെ ഈ കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്ടൻസ് എഫക്ട് കാരണമുള്ള റിയാക്ടൻസ് കൂടി ആഡ് ആകും. So frequency response of the resistor shows the frequency range at which the resistor acts as a pure resistor. നമ്മുടെ ഡാറ്റ ഷീറ്റിലും മറ്റും കാണുന്ന ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന സ്പെസിഫിക്കേഷൻ എന്താണ് കാണിക്കുന്നത്? അത് കാണിക്കുന്നത് ഈ റെസിസ്റ്റർ ഒരു പ്യുവർ റെസിസ്റ്ററായി ഏത് ഫ്രീക്വൻസി റേഞ്ചിലായിരിക്കും വർക്ക് ചെയ്യുക. അതിന് വെളിയിൽ, ആ ഫ്രീക്വൻസി റേഞ്ചിന് വെളിയിൽ അത് പാരാസൈറ്റിക് കപ്പാസിറ്റൻസ് ഇൻഡക്ടൻസ് എഫക്ട് കാണിക്കുന്നത് കൊണ്ട് തന്നെ റെസിസ്റ്റൻസിന്റെ കൂടെ റിയാക്ടൻസും വരുന്നത് കാരണം അതിന്റെ വാല്യൂവിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനോ മറ്റ് സ്പെസിഫിക്കേഷനിൽ വ്യത്യാസം ഉണ്ടാകുവാനോ ഉള്ള സാധ്യതയുണ്ട്. ദിസ് സ്പെസിഫിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ്. ഹൈ ഫ്രീക്വൻസി അതായത് റേഡിയോയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പോണൻസ് അല്ലെങ്കിൽ അങ്ങനെ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഈ ഇത്തരം റെസിസ്റ്ററുകൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ റിയാക്ടൻസ് എന്ന ഒരു പുതിയ ഫാക്ടർ ആഡ് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ സർക്യൂട്ടിന്റെ ഫംഗ്ഷനിങ്ങിനെ അഫക്ട് ചെയ്യും. അതുകൊണ്ട് ഇത് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയി നമ്മൾ കാണേണ്ട ഒരു സ്പെസിഫിക്കേഷൻ ആണ്. ഇതിന് ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലെങ്കിൽ പാരാസൈറ്റിക് കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്ടൻസ് എന്ന് പറയുന്നു. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് സ്റ്റേബിലിറ്റി ഓവർ ടൈം. നമ്മൾ ഈ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഒരു റെസിസ്റ്റൻസ് അതിന്റെ വാല്യൂ എത്രത്തോളം സ്റ്റേബിളായി നിൽക്കുന്നു, സമയം പോകുന്നതിനനുസരിച്ച് അതിന്റെ വാല്യൂ എത്രത്തോളം സ്റ്റേബിളായി നിൽക്കുന്നു അല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ സ്പെസിഫിക്കേഷൻ കാണിക്കുന്നത്. റെസിസ്റ്റൻസ് ക്യാൻ ബി വേരി ഡ്യൂ ടു മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ ലോഡ്സ്. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കണം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഉദാഹരണത്തിന് നമ്മൾ ഒരു 10 ohm റെസിസ്റ്റൻസ് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്തു, ഏകദേശം ഒരു വർഷത്തിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 9.5 ohm മാത്രമേ ചിലപ്പോൾ അത് കാണിക്കുകയുള്ളൂ. അതിന്റെ റെസിസ്റ്റൻസ് ഇങ്ങനെ തെർമൽ, മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലോഡ് കൊണ്ട് മാറാനുള്ള സാധ്യതയുണ്ട്. So stability is a change in resistance with time at a specific load, humidity level, stress or ambient temperature. അതായത് ഇത്തരം പാരാമീറ്റേഴ്സ്, ഒരു സ്പെസിഫിക് ലോഡ്, ഹ്യൂമിഡിറ്റി, സ്ട്രെസ്, ആംബിയന്റ് ടെമ്പറേച്ചർ, ഇതിനെയെല്ലാം ആശ്രയിച്ച് എങ്ങനെയാണ് ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ ചേഞ്ച് ആകുന്നത് എന്നുള്ളതാണ് സ്റ്റേബിലിറ്റി കാണിക്കുന്നത്. സോ വെൻ ദീസ് സ്ട്രെസ്സസ് ആർ മിനിമൈസ്ഡ്, അതായത് ലോഡ്, ഹ്യൂമിഡിറ്റി, സ്ട്രെസ്, ആംബിയന്റ് ടെമ്പറേച്ചർ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബെറ്റർ സ്റ്റേബിലിറ്റി അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരം 10 കിലോ ഓം മാനുഫാക്ചർ പറഞ്ഞിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് 10 വർഷം കൊണ്ട് 5 കിലോ ഓം ആയി മാറുകയാണെങ്കിൽ ഏതാണ്ട് 50% വ്യത്യാസം അതിന്റെ വാല്യൂവിൽ വരികയും തന്മൂലം ആ സർക്യൂട്ടിലുള്ള വോൾട്ടേജ്, കറണ്ട്, അങ്ങനെ പല കാര്യങ്ങളും അഫക്ട് ആകുകയും സർക്യൂട്ടിന്റെ ഫംഗ്ഷനിങ്ങിനെ തന്നെ അത് ബാധിക്കുകയും ചെയ്യും. ഇനിയുള്ള രണ്ട് സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് സൈസ് ആൻഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണ്. ഇത് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന അടുത്ത വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും. താങ്ക് യു.